സ്കൂളുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ രാവിലത്തെ തിരക്ക് പറയേണ്ടതില്ലല്ലേ. ഇപ്പൊ പിന്നെ എക്സാമും അതിന്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ മദ്രസയിൽ നബിദിനം അടുത്തു അല്ലേ. അതിൻ്റെതായ തിരക്കുകൾ കുട്ടികൾക്ക് വേറെയും. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷിബിലി മോൻക്കൊന്നും യാതൊരു ഒഴിവുമില്ല കേട്ടോ. നമ്മുടെ അടുക്കള പണിക്കാണെന്നുണ്ടെങ്കിൽ അത്രയും ഒഴിവില്ല. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പം ഇന്ന് പിന്നെ കറിക്ക് കോഴിപ്പാട്സ് ആണ് കേട്ടോ. അപ്പം ഇക്ക് കുറച്ച് കൊണ്ടുവന്നതായിരുന്നു. അങ്ങനത്തെ അത് നല്ലോണം ക്ലീൻ ആക്കി എഴുതിയതിന് ശേഷം ഇത് മുട്ട അതിൻ്റെ മുകളിലിടാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പൊട്ടി കലങ്ങി പോവില്ല. അപ്പം ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനത്തെ അതൊക്കെ റെഡിയാക്കി എടുത്തു. പിന്നെ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരിത്തിരി ഉപ്പ് ഇട്ടുകൊണ്ട് അതൊന്നാണ് വിസിലടിപ്പിക്കാൻ വെക്കണ്ട. അപ്പം ഞാൻ ഇതിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല. എങ്ങനെയായാലും അതിൽ നിന്ന് തന്നെ വെള്ളം അങ്ങനെ വരുമല്ലോ. അപ്പോൾ പിന്നെ ആ വെള്ളം മതിയെന്ന് വെച്ചു. കൂടുതൽ വെള്ളം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പതച്ച് പൊന്തൂല. അപ്പം ഇങ്ങനെയായിട്ട് ചെയ്ത് കൊടുത്ത് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ആ മുട്ടയും അങ്ങോട്ടാണ്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്നുകൊണ്ട് ഇളക്കാണ് കേട്ടോ. ആ ഉപ്പും ആ മഞ്ഞപ്പൊടിയൊക്കെ ആദ്യമൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് ഈസിയാക്കുമാണ്ട് വെച്ചു. പിന്നെ ഒരു ചീനച്ചട്ടിയിൽ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 2 ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അങ്ങനെ അത് വഴറ്റിയതിന് ശേഷം 2 തക്കാളിയും ചെറിയ ജീരകവും വലിയ ജീരകവും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 പച്ചമുളക് വേപ്പില അതൊക്കെ ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ അത് കടിക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മിക്സിയിൽ ഒരിത്തിരി വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് മൈദ ഞാൻ ഇത് ഇന്നലെ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അപ്പം അത് പിന്നെ തരിച്ചിട്ടായിരുന്നു കേട്ടോ വെച്ചിരുന്നത്. അങ്ങനെ അത് 4 കയ്യിലാണ്ട് എടുത്തതിന് ശേഷം ഒരു ഇത്തിരി ഉപ്പും പിന്നെ ഒരു കോഴിമുട്ടയും കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കോഴിമുട്ടയുടെ ടേസ്റ്റ് ഇതിൽ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ അല്ലേ ഇങ്ങനെ ദോശ ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ അത് നല്ലോണം മിക്സിയിലൊന്ന് അടിച്ചെടുത്തു. പിന്നെ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത് ക്യാരറ്റും അതുപോലെ തന്നെ 2 ചെറിയ തണ്ട് ചപ്പും കൂടി ചെറുതായി കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. പിന്നെ ഒരു ഇത്തിരി ചെറിയ ജീരകവും ഇട്ട് കൊടുത്ത് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം ദോശ വലിയ അടുപ്പിലുണ്ടാക്കാമെന്ന് വെച്ചിട്ട് പിന്നെ മുട്ട ഗ്രേവിക്കുള്ള ചട്ടി ഉണ്ടല്ലോ അതങ്ങോട്ട് മാറ്റി വെച്ച് ദോശ പിന്നെ വലിയ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ വഴറ്റാൻ വെച്ച ഉള്ളി നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വഴറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ദോശ ഒന്നുകൊണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത് കൂടുതൽ ലൂസ് പാടില്ല കേട്ടോ. ദോശക്ക് ഒരു ചെറിയൊരു കട്ടി വേണം കേട്ടോ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ അതവിടെ മൂടി വെച്ചതിന് ശേഷം ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഇതിൽക്കൊന്ന് ഇട്ട് കൊടുത്തോ. പിന്നെ ഒരു ഇത്തിരി ചിക്കൻ മസാലയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ഈ പൊടികളെല്ലാം കൂടി. അങ്ങനെ അതവിടെ ഓഫാക്കിയിട്ടു. അപ്പോഴേക്കും ദോശ റെഡിയായി. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. പിന്നെ കാണുന്ന സ്പോട്ടിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾ ഒരു ലൈക്കും കൂടി കൊടുക്കണം കേട്ടോ. പിന്നെ ഹൈപ്പ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അങ്ങനെ കോഴിപ്പാട്സുള്ള ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയത് അവിടെ ഓഫാക്കിയിട്ടൊക്കെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കോഴിപ്പാട്സ് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതവിടെ അങ്ങനെ ഓഫാക്കിയിട്ടു. ദോശ കണ്ടില്ലെങ്കിൽ കാണാൻ തന്നെ ഒരു പ്രത്യേക രസമുണ്ടല്ലേ. കാരണം പിന്നെ ക്യാരറ്റിൻ്റെ കളറും ചപ്പിൻ്റെ കളറും ഒക്കെ ആയിട്ട് അങ്ങനെ വേവിച്ചെടുത്ത് കോഴിപ്പാട്സ് ഉണ്ടല്ലോ അതും കൂടി അതിൽക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് വെന്തിരുന്നു കേട്ടോ. അങ്ങനെ ആ വിസിൽ പോയ സ്പോട്ടിൽ തന്നെയാണ് കേട്ടോ ഇതിട്ട് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്കാക്ക് പോകാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഇട്ടപ്പോഴാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇളക്കാനും വയ്ക്കണില്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ചെയ്തു പാനൊന്ന് മാറ്റി പൊടിച്ചാലെന്ന് വിചാരിച്ചത്. അപ്പോൾ പാനൊന്ന് മാറ്റി പൊടിച്ചതാണ് ഈ കാണുന്നത്. അങ്ങനെ ഇതിലേക്ക് ഇട്ടപ്പോൾ നല്ലപോലെ ഇളക്കാനൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒന്ന് ഇളക്കി നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ലോണം കുക്കായിരുന്നു കേട്ടോ കോഴിപ്പാട്സ്. അങ്ങനത്തെ ദോശ റെഡിയായി ഇക്കാക്കുള്ളത് എടുത്ത് വെച്ചു. പിന്നെ കുക്കറിൽ ഒരിത്തിരി ചോറാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ഉച്ചക്കുള്ളതാണ് കേട്ടോ ഈ കാണുന്നത് ആ കോഴിപ്പാട്സും പിന്നെ ഇത്തിരി വെണ്ടക്ക കറി ഉണ്ടായിരുന്നു അതും. പിന്നെ ഇല്ല കേട്ടോ ഉച്ചക്കത്തെ ഫുഡിന് നമ്മൾ മാത്രമേ ഉള്ളൂ. ഷിബിലുമാർക്കാണെന്നുണ്ടെങ്കിൽ 2 എക്സാമും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവനും ഇല്ല. പിന്നെ ഫിനുമോൾ അപ്പോഴേക്കും എത്തൂട്ടെ. എന്നാലും ഞാനും അവളല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ മതിയെന്ന് വെച്ചു. അങ്ങനത്തെ ഫിനുമോളെ ഡ്രസ്സ് മാറ്റലും ഒക്കെ കഴിഞ്ഞ് അവൾ ക്യാമറ ഓണാക്കിയപ്പോഴുള്ള ഡാൻസ് കളിക്കലാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ അവളെ കൊണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. മഴ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ അല്ലേ. എന്നാലും നമ്മളെ റോഡുമ്പോൾ വെള്ളം ഇപ്പോഴും ശരിക്കും പറ്റിയിട്ടില്ല കേട്ടോ. കണ്ടില്ല ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ പോകുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ ആങ്ങളുടെ വീട് പണി നടക്കുന്നില്ലേ. അവിടെ മുറ്റൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് JCB വന്നിട്ടുള്ള കേട്ടോ. അപ്പോൾ അവിടുത്തെ പണി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് മുറ്റമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഉള്ളതൊന്ന് ക്ലീനാക്കിയിട്ട് അവിടെ സാധനങ്ങൾ ഇറക്കല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ആ പണി എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന സ്പോട്ടിലാട്ടോ JCB വന്നിട്ടുള്ള. അപ്പോൾ ഫിനിമോൾ ചോദിക്കായിരുന്നു അമ്മച്ചി ഞാൻ വരുമ്പോഴേക്കും JCBൻ്റെ പണി കഴിയൂലല്ലോ എന്ന്. അവർ കുട്ടികളല്ലല്ലേ. കുട്ടികൾ പിന്നെ ഒരു JCB കണ്ടിട്ടുണ്ടെങ്കിൽ നിറയെ കുട്ടികളായിരിക്കുമല്ലേ. അതന്നെ നമ്മുടെ ഫിനിമോളും ചോദിക്കുന്നത്.
കേട്ടില്ല നിങ്ങൾ അവളെ ചോദിക്കുന്നത്. അങ്ങനത്തെ അവളെ കൊണ്ടാക്കി വന്നതിന് ശേഷം പിന്നെ ചോറ് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വിസിലടിച്ചിട്ട് ഓഫാക്കിയിട്ട് പോയതായിരുന്നു. അങ്ങനത്തെ ചോറ് അങ്ങോട്ട് ഊറ്റിയെടുത്തതിന് ശേഷം അവിടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലേ, എല്ലാവരും ചായ കുടിച്ചിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഏതായാലും കുട്ടികളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഫ്രീ ആയതിന് ശേഷം ചായ കുടിക്കാമെന്ന് വെച്ചു. അങ്ങനത്തെ എൻ്റെ ചായയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടിച്ചു വാരൽ ആദ്യം തന്നെ കഴിഞ്ഞിരുന്നു കേട്ടോ. അതിന് ശേഷം തുടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ വേറെ കുറച്ച് ക്ലീൻ ആക്കണ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ചെയ്യാമെന്ന് വെച്ചതായത്, പക്ഷേ അതൊന്നും നടന്നില്ല കേട്ടോ. ആങ്ങളുടെ വീട്ടിൽ അവിടെ പണിക്കാരില്ല. അപ്പോൾ പിന്നെ അവരുടെ അടുത്തേക്ക് ഇടയ്ക്കൊന്ന് പോയി നോക്കി ഇരിക്കണമെന്നുണ്ടെങ്കിൽ പണിക്ക് പോയതായിരുന്നു. അവരെന്തെങ്കിലും ചോദിക്കും, അപ്പോൾ അങ്ങോട്ടോടും. അങ്ങനായിട്ട് പിന്നെ ആ വക വിചാരിച്ച പണികളൊന്നും നടന്നില്ല കേട്ടോ. അങ്ങനെ ഡൈനിങ് ഹാളിലെത്തി തുടക്കൽ. അതിന് ശേഷം എൻ്റെ എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരത്തെ റെസ്റ്റ് എഡിറ്റിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് പോയി നോക്കിയാൽ കേട്ടോ. അപ്പോൾ ഏകദേശം പണി ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. വെയിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വെയിൽ കേട്ടോ. ഇപ്പം മഴ പോയപ്പോഴാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വെയിലല്ലേ. പിന്നെ അത് ഒരു 2 മണിയൊക്കെ ആയപ്പോഴേക്ക് പോയപ്പോൾ എല്ലാം ക്ലീനാക്കി നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ പെട്ടെന്ന് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്ന വേറെ ഒരു ദിവസം എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു കേട്ടോ. വൈകുന്നേരമാണ് ഈ പണി ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഇനി ടയർ കൊട്ടി കൊടുക്കാറായിരുന്നു കേട്ടോ. അപ്പോൾ ഷിബിലിമോന് പറയും പിന്നെ ഒഴിവുണ്ടാകുമ്പോൾ ചെയ്യാമെന്നങ്ങനെ പറഞ്ഞു വെച്ചതായിരുന്നു. ടയറാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരുപാട് ദിവസമായിരുന്നു കേട്ടോ. ഇതിന് ടയർ കൊട്ടി കൊടുക്കണമല്ലോ. അപ്പോൾ അതെ അവന് ഒക്കെ റെഡിയാക്കി എടുക്കണേ. ഇരിക്കണമെന്നുണ്ടെങ്കിൽ പുറത്ത് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവണ്ടാകുമ്പോൾ ചെയ്യാമെന്ന് വെച്ചതായിരുന്നു. അപ്പം ഇപ്പോൾ പിന്നെ ദഫ് എക്സാമൊക്കെ അല്ല. അപ്പോൾ ഒഴിവുള്ള ടൈമിൽ വെച്ച് ചെയ്യാമെന്ന് വെച്ചായിരുന്നു. പിന്നെയാണ് വാർപ്പിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും വെള്ളമായിരിക്കും. അപ്പോൾ അതൊക്കെ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം വെയിലുണ്ടാകുമ്പോൾ ചെയ്യാമെന്ന് വെച്ചതായിരുന്നു കേട്ടോ. നമ്മളെ ഇവിടുന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ. നമ്മുടെ പള്ളിയാണ് ഈ കാണുന്നത്. അങ്ങനത്തെ വൈകുന്നേരം ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കെട്ടി ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്താ പാട് എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത് കുറേ മുമ്പ് ഞാനിങ്ങനെ പിന്നെ കയറിങ്ങനെ കെട്ടി കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ വളരുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ കയറ് കെട്ടി കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കേട്ടോ ഞാനത് ചെയ്യാറ്. ഒന്നിച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കയറാണെന്നുണ്ടെങ്കിൽ നൊരുപ്പി പോവുകയും ചെയ്യൂലേ. അങ്ങനെ കുറേശ്ശെ ചെയ്ത് കൊടുത്തതായിരുന്നു. അപ്പോൾ പിന്നെ ഏകദേശം ഇപ്പോൾ ടയർ കെട്ടി കൊടുക്കേണ്ട ടൈം ആയിട്ടുണ്ട്. കുറച്ചുകൂടി വലിപ്പം കഴിഞ്ഞാൽ നമ്മൾ ടയർ കെട്ടി കൊടുക്കണമല്ല. പിന്നല്ല അതിൻ്റെ ഇടയിലൂടെയൊക്കെ ഇവരിങ്ങനെ വളർന്ന് വരിക. അപ്പോൾ പിന്നെ അവനങ്ങനെ ടയറും കെട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ മറ്റേതിന് കയറും കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നോക്കല്ലേ. ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാൻ 2 ആൾ വേണമല്ലേ. ഒരാൾ പിടിച്ച് കൊടുക്കാനും വേണം, ഒരാൾ ചെയ്യാനും വേണം. ഇതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക് പിടിച്ചൊരു പരിപാടിയും കൂടിയാണല്ലേ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ കമ്പിയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണമല്ലോ. എന്നാലല്ലേ ഒരു ബലം കിട്ടുള്ളൂ. അപ്പോൾ 2 എണ്ണം ഇട്ട് ഇന്ന് ചെയ്യുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ 2 എണ്ണയാണ് ആയിട്ടുള്ളൂ ഇങ്ങനെ കെട്ടി കൊടുക്കാനുള്ള രീതിയിൽ. അപ്പോൾ ബാക്കിയുള്ളത് പിന്നെ ചെയ്യാമെന്ന് വെച്ചാൽ പിന്നെയാണെന്നുണ്ടെങ്കിൽ മരുവ് ഭാഗവും കൊടുക്കാറായിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഷിബിലിമോന് പറയായിരുന്നു ഇതേതായാലും നിർത്താമെന്ന് പറയായിരുന്നു. അപ്പോൾ അവന് ഏതായാലും ആയില്ലേ ഈ ചെയ്യേണ്ട മുഴുവനാക്കുക എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ചെയ്യായിരുന്നു കേട്ടോ. കണ്ടില്ല ഞങ്ങൾ ആകാശമൊക്കെ നല്ല ഇരുണ്ട കളറായി വന്നിട്ടുണ്ട്. മഴയുണ്ടെന്ന് അങ്ങനെ മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. കേട്ടില്ല ഞങ്ങൾ മരുവ് വാങ്ങി കൊടുക്കുന്നത്. പിന്നെ ഏതെല്ലാം ചെയ്യേണ്ടതാണ് മുഴുവനാക്കിയാണ് ഞങ്ങൾ പിന്നെ ഇറങ്ങിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.